അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ യൂനിസ് പഠിക്കലാണ്. ഞാനിന്ന് മുട്ടിയാറ ചോനാരി കടവിലാണ്. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 3-ാം തീയതി ഇതിൻ്റെ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ എൻ്റെ കണ്ണിൽപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നപ്പോൾ അപകടത്തിൻ്റെ ഓരോ ഇവിടെ ഒന്നായിട്ട് പൊടിഞ്ഞിരുന്നു കണ്ടോ. അതിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഈ സ്ലാബൊക്കെ പൊട്ടിയാണ്. നമ്മുടെ അടുത്ത മഴക്കാലമൊക്കെ വരുമ്പോഴത്തേന് ഇത് റെഡിയാക്കി തന്ന് നല്ല പണി ആവണം. ഇതൊക്കെ പോകും. പാലത്തിൻ്റെ അവിടെ അടിയിൽ തൂണിൻ്റെ അടിയിലൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ അതുകൊണ്ട് പണി തുടങ്ങിയതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നല്ല വർക്കായിരിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം വെച്ചാൽ ഇതുപോലെ തന്നെ പടുത്ത് ഉയർത്തുകയാണെങ്കിൽ ഇത് വലിയ സേഫ്റ്റി ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കണ്ടില്ല, ഇത് ഇതേമാതിരി കിട്ടി. അതുപോലെ തന്നെ അതേ അവിടെ കണ്ടില്ല ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് ഞങ്ങൾ ലാസ്റ്റിൽ അതുപോലെ ആയിരിക്കണം ഇവിടെ, എന്നാലും ഇവിടെ സേഫ്റ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ സ്ലാബ് പൊട്ടിച്ച് ഒഴിവാക്കുമ്പോൾ എന്നുവെച്ചാൽ ഇവിടെയൊക്കെ താഴുണ്ട്. ഇനിയിപ്പോൾ വണ്ടികളൊക്കെ നല്ല ലോഡുള്ള വണ്ടികളൊക്കെ പോവുകയാണെങ്കിൽ അവിടെ താവാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ കണ്ടില്ല, ഇതൊക്കെ കല്ലിൻ്റെ മേലെ കോൺക്രീറ്റ് ചെയ്തതാണ്. ഒക്കെ കുറച്ച് കല്ലൊക്കെ ഇട്ടുകൊണ്ട് കോൺക്രീറ്റ്, അതുകൊണ്ട് തന്നെ ഈ പൊട്ടൽ വരുന്നു. ഇവിടെ കണ്ടില്ലേ, ഈ തൂണിൻ്റെ ഇതിലൊക്കെ പൊട്ടി. ഇത് നേർക്കൊരു സപ്പോർട്ട് എടുത്തൊരു കമ്പി കയറ്റിയിട്ട് വേണം നേർക്കത് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലതിൽ നടക്കട്ടെ. പണി എല്ലാവർക്കും ഉപകാരമുള്ള ഒരു സംഗതി തന്നെയാണ്. അതിന് നമ്മുടെ മുന്നൂർ പഞ്ചായത്ത് പ്രതിനിധികൾ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിന് മുൻകൈ എടുത്തതിന് വളരെ നന്ദിയുണ്ട്. ഇവിടെ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, ഇവിടെ ബലിയിടാനുള്ളതുകൊണ്ടാണ് ഗ്രാമസഭയിൽ ഇങ്ങനെ സ്റ്റെപ്പാക്കണം എന്ന് പറഞ്ഞത്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് സ്ലോപ്പാക്കി ഇങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ വല്ല എപ്പോഴെങ്കിലും ബോട്ട് ഇറക്കാനോ എന്തെങ്കിലും വരാതെക്കട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്റ്റെപ്പ് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതും നോക്കണമല്ലോ, എല്ലാവരും സൗകര്യം നോക്കണം. അപ്പോൾ ഇത് കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതിലായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടുത്തെ എല്ലാവർക്കും നന്ദി അറിയിച്ചോളൂ.